കൊല്ലം സുധി എന്ന കലാകാരനെ ഓർത്ത് 3 വർഷം മുൻപ് മലയാളികൾ ഒരുപാട് വേദനിച്ചിരുന്നു. പ്രതിഭയുണ്ടായിരുന്ന നല്ലൊരു അഭിനേതാവിനെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടല്ലോ എന്നായിരുന്നു സങ്കടം. അതിനാലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൈപിടിച്ച് സഹായിച്ചത്. പക്ഷെ സുധിയുടെ ഭാര്യ രേണു സുധിയും കുടുംബവും അത് അവസരമായി കണ്ട് മുതലെടുക്കുകയായിരുന്നു എന്ന് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിന് അർഹതപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ലെന്നും സുധിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് വൈകി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷം അമ്മ എന്ന രീതിയിൽ ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തി കളയുകയാണ് കിച്ചു. യൂട്യൂബ് വ്ലോഗ് പ്രൊമോഷൻ വഴി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചു മുന്നോട്ട് ജീവിക്കുന്നത്. ഭാവി സുരക്ഷിതമാക്കണം എന്ന ചിന്തയോടെ തന്നെയാണ് യാത്രയും തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് സത്യമായ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ കിച്ചു ആരംഭിച്ചത്. ലക്ഷ്മി നക്ഷത്രയടക്കം കൊല്ലം സുധിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഉദ്ഘാടിക്കാനും കിച്ചു സജീവമായി തുടങ്ങി. തുടക്കം കിച്ചുവിന് ഏറെ പ്രിയപ്പെട്ടവരായ താടിയും കുട്ടിയും എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. എന്നാൽ കിച്ചു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ രേണു സുധി അവിടെ സബ്സ്ക്രിപ്ഷനിലൂടെ പൈസ ഉണ്ടാക്കുകയും ബ്ലോഗുകളിലൂടെയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. ഇതിനെ തന്നെയാണ് സോഷ്യൽ മീഡിയയും വിമർശിക്കുന്നത്. മകൻ ചെയ്യുന്നത് കണ്ടില്ലേ, എന്തിനാണ് സുധിയുടെ പേര് മുതലെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മോശം നോക്കുന്നത് എന്നാണ് പ്രേക്ഷകർ രേണു സുധിയോട് ചോദിക്കുന്നത്. പ്രേക്ഷകർ മാത്രമല്ല, ഇപ്പോൾ മിക്ക സെലിബ്രിറ്റീസുകളും പ്രമുഖ നടന്മാർ വരെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്ന കാര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് അറിയാൻ സാധിക്കുന്നത്. പ്രമുഖ താരങ്ങൾ വരെ ഇതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ പുറത്തു പറയാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. രേണു സുധിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കിച്ചുവിൻ കഷ്ടപ്പെടുന്ന പോലെയെങ്കിലും രേണു സുധി കഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇതിനെതിരെയുള്ള ഇത്രയുമധികം വിമർശനമൊന്നും വരില്ലായിരുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ്. രേണു സുധിയെ പറ്റിയും കിച്ചുവിനെ പറ്റിയും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ വരുമ്പോഴും പ്രേക്ഷകർ അത് അറിയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.